നമസ്കാരം. നിരവധി വാർത്തകളാണ് ഇന്നത്തെ പത്രത്തിൽ ഇടം പിടിച്ചിരിക്കുന്നത്. അതിൽ നെതന്യാഹു UN അസംബ്ലിയിൽ പ്രസംഗിച്ചതും രാഷ്ട്രങ്ങൾ ബഹിഷ്കരിച്ചതും അതുപോലെ തന്നെ മിഗ് വിമാനത്തിൻ്റെ വിടവാങ്ങലും അങ്ങനെ വാങ്ചുങ്ങിനെ അറസ്റ്റ് ചെയ്തതും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന പത്രവാർത്തകളാണ് ഇന്നുള്ളത്. 3 പത്രങ്ങൾ തന്നെയാണ് ഇന്നും നമ്മൾ വിശകലനത്തിനായി എടുക്കുന്നത്. മാതൃഭൂമി, ഗൾഫ് മാധ്യമം, സിറാജ് എന്നിവ. 3 പത്രങ്ങളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നെതന്യാഹു തന്നെയാണ്. നെതന്യാഹു UN അസംബ്ലിയിൽ ഇന്നലെ സംസാരിക്കാൻ എഴുന്നേറ്റപ്പോൾ തന്നെ 50ഓളം രാജ്യങ്ങളിലെ 100ഓളം പ്രതിനിധികൾ ഇറങ്ങിപ്പോവുകയും ചെയ്തു. കാലിയായ സദസ്സിനെയാണ് നെതന്യാഹു ഇന്നലെ അഭിസംബോധന ചെയ്തത്. ചുരുക്കം ചില രാജ്യങ്ങളുടെ പ്രതിനിധികൾ മാത്രമാണ് ഉണ്ടായത്. അമേരിക്കയുടെ പ്രതിനിധികൾ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുകയുണ്ടായി. മാത്രവുമല്ല, നെതന്യാഹു സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കൂക്കി വിളിക്കുകയും ചെയ്തിരുന്നു. ഇതാണ് ഇന്നത്തെ പത്രങ്ങളുടെ എല്ലാം ഒന്നാം പ്രധാനപ്പെട്ട വാർത്തകൾ. മാതൃഭൂമിയുടെ തലക്കെട്ട് തന്നെ ഏറ്റവും രസകരമായിരുന്നു. നെതന്യാഹു എന്നായിരുന്നു. നെതന്യാഹു എന്നതിന് പകരം നെതന്യാഹു എന്ന്, അതായത് നെതന്യാഹു സംസാരിക്കുമ്പോൾ കൂവി വിളിച്ചതിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് മാതൃഭൂമി അതിന് തലക്കെട്ട് നൽകിയിരിക്കുന്നത്. സിറാജ് ആകട്ടെ UN പ്രതിഷേധ ചൂടറിഞ്ഞ് നെതന്യാഹു ഇസ്രായേൽ ഒറ്റപ്പെട്ടു എന്ന രീതിയിൽ സിറാജ് നൽകിയിരിക്കുന്നു. മാധ്യമം അതിനെ ഒന്നുകൂടെ ലളിതവൽക്കരിച്ചുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. UN വംശഹത്യയെ ന്യായീകരിച്ച നെതന്യാഹു നിരവധി രാജ്യങ്ങളിൽ ഇറങ്ങിപ്പോയി. നെതന്യാഹുവിനെ കേൾക്കേണ്ട എന്ന് രാജ്യങ്ങൾ തീരുമാനിച്ചു എന്നതാണ് ആ തലക്കെട്ടാണ് നൽകിയിരിക്കുന്നത്. ഹമാസിനെ ഇല്ലാതാക്കുന്നവരെ ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി പ്രസംഗിച്ചത് എല്ലാവരും സൈഡ് ലൈനായിട്ട് നൽകിയിട്ടുമുണ്ട്. നെതന്യാഹുവിൻ്റെ വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ ഓരോ പത്രങ്ങളും എങ്ങനെയാണ് നൽകിയിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ ചിത്രങ്ങളോടുകൂടി തന്നെയാണ് എല്ലാവരും നൽകിയിരിക്കുന്നത്. മാധ്യമത്തിൽ മാത്രമാണ് നെതന്യാഹു സംസാരിക്കുന്നത് സിറാജിൽ ആണ് ചെറിയ ഒരു സ്റ്റാമ്പ് സൈസ് ഫോട്ടോ നൽകിക്കൊണ്ട് ഒഴിഞ്ഞു കിടക്കുന്ന കസേരകളും ആളുകൾ പ്രതിനിധികൾ ഇറങ്ങിപ്പോകുന്ന ഫോട്ടോ, അങ്ങനെ 2 ഫോട്ടോ നൽകിക്കൊണ്ട്, അങ്ങനെ മൊത്തത്തിൽ 3 ഫോട്ടോ നൽകിക്കൊണ്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ മാതൃഭൂമി ആകട്ടെ ഒഴിഞ്ഞ കസേരകളുടെ പടം 1-ാം പേജിൽ കാണിച്ചിട്ടില്ല. പകരം നെതന്യാഹു സംസാരിക്കുന്ന പടം മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. മാധ്യമത്തിലേക്ക് വരികയാണെങ്കിൽ മാധ്യമം നെതന്യാഹു സംസാരിക്കുന്നതിനൊപ്പം തന്നെ ഒഴിഞ്ഞ കസേരകൾ, അങ്ങനെ 2 പടങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടാണ് നൽകിയിരിക്കുന്നത്. അങ്ങനെ വിവിധങ്ങളായ രീതിയിലാണ് പത്രങ്ങൾ ഇതിനെല്ലാം ഈ ഒരു വാർത്തയെ സമീപിച്ചിരിക്കുന്നത്. നമുക്ക് ഓരോ പത്രങ്ങളുടെയും വാർത്തയുടെ ശൈലി കൂടി നോക്കാം. ഗാസ യുദ്ധത്തിൽ UN നെതന്യാഹുവിന് കൂക്കിവിളി ബഹിഷ്കരണം. ഇതാണ് മാതൃഭൂമി നൽകിയിരിക്കുന്നത്. പ്രസംഗം ബഹിഷ്കരിച്ച 50ലേറെ രാജ്യങ്ങളുടെ 100ലേറെ പ്രതിനിധികളാണ് എന്ന വാർത്തയിൽ പറയുന്നു. ബഹിഷ്കരണം ഇസ്രായേൽ ഒറ്റപ്പെടുന്ന, അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇസ്രായേൽ ഒറ്റപ്പെടുന്നു എന്നതിൻ്റെ തെളിവായിട്ടാണ് മാതൃഭൂമി ഇതിനെ കാണുന്നത്. മാത്രവുമല്ല, പ്രസംഗം ഗാസയിൽ ഉച്ചഭാഷിണി വഴി ഇസ്രായേൽ ഗാസക്കാരെ കേൾപ്പിച്ചു എന്ന കാര്യവും വാർത്തയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് യുഎൻ്റെ 80ാം യോഗത്തിൽ, പൊതുസഭയിൽ 80ാമത്തെ പൊതുസഭാ യോഗത്തിൽ നെതന്യാഹു സംസാരിക്കുമ്പോൾ അത് ഗാസക്കാരും കേൾക്കണമെന്ന് ഇസ്രായേൽ ആഗ്രഹിച്ചിരുന്നു. അതിനുവേണ്ടി ഉച്ചഭാഷണികൾ സ്ഥാപിച്ചിരുന്നു. അതുവഴി അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾപ്പിച്ചിരുന്നു. അതായത് തങ്ങൾ ഒരിക്കലും മുന്നോട്ട് മാറുന്നില്ല എന്ന നെതന്യാഹു UN അർത്ഥശങ്കയ്ക്കില്ലാതെ പറയുന്നത് ഗാസയിലെ ജനങ്ങളെ കേൾപ്പിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു അങ്ങനെ ചെയ്തതെന്ന് തന്നെ. ഇനി നെതന്യാഹുവിൻ്റെ വാക്കുകളിലേക്ക് പോകാം. പലസ്തീൻ രാഷ്ട്രം അനുവദിക്കില്ല എന്നാണ് നെതന്യാഹു ഇന്നലെ പ്രഖ്യാപിച്ചത്. അതായത് ജോർദാൻ നദിക്ക് തീരത്ത് അങ്ങനെയൊരു രാജ്യം ഉണ്ടാവില്ല, ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കും. നെതന്യാഹു ഉന്നയിച്ചത് ഇറാനെയും അതുപോലെ തന്നെ പാശ്ചാത്യ രാജ്യങ്ങളിലെയും ഒരുപോലെ കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു നെതന്യാഹു ഇന്നലെ പ്രസംഗിച്ചത് മുഴുവൻ. ഇറാൻ ആണവ ആയുധങ്ങൾ ശേഖരിക്കുന്നത് അമേരിക്കയ്ക്ക് ഭീഷണിയാണ്. അത് അമേരിക്കയ്ക്കാണ് മാത്രമല്ല ലോകത്തിൻ്റെ സമാധാനത്തിന്, ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങൾക്കും ഇറാൻ ഭീഷണിയാണ് എന്ന രീതിയിൽ നെതന്യാഹു ഇന്നലെ സംസാരിക്കുന്നു. ഒപ്പം തന്നെ പലസ്തീൻ എന്ന രാജ്യം അംഗീകരിക്കില്ല എന്ന് പറയുന്നു. ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കുന്നതുവരെ യുദ്ധം തുടരുക തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുന്നു. ഒപ്പം തന്നെ പറഞ്ഞത് പലസ്തീൻ എന്ന രാഷ്ട്രം എന്തുകൊണ്ട് അനുവദിക്കില്ല എന്ന് പറയുന്നതിന് കാരണമായി പറയുന്നത് ഒക്ടോബർ 7-ന് ശേഷം, ഒക്ടോബർ 7-ന് അവർ നടത്തിയ കൂട്ടക്കുരുതിയെ അംഗീകരിക്കാനാവില്ല. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ 1 മൈൽ അപ്പുറത്ത് ഇത്തരത്തിലൊരു രാജ്യം ഉണ്ടാകില്ല. അങ്ങനെ രാജ്യം അനുവദിക്കുക എന്നത് അമേരിക്ക
നമ്മുടെ സെപ്റ്റംബർ 11 ആക്രമണത്തിന് ശേഷം 1 മൈൽ അപ്പുറത്ത് അൽ-ഖ്വയ്ദയ്ക്ക് ഒരു രാജ്യം അനുവദിക്കുന്നത് തുല്യമായിരിക്കും എന്ന ഒരു ഒരു ഉപമയായിരുന്നു അദ്ദേഹം നടത്തിയത്. എന്ത് വന്നാലും രാജ്യം അനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ഈ വാർത്തകളിൽ പറയുന്നത് നെതന്യാഹു അമേരിക്കയിലേക്ക് പോയ വഴിയെക്കുറിച്ച് പറയുന്നുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളുടെ വ്യോമപാതകൾ ഉപയോഗിക്കാതെ മെഡിറ്ററേനിയൻ സീയുടെ മുകളിലൂടെയാണ് അമേരിക്കയിലേക്ക് നെതന്യാഹു പറന്നത്. അങ്ങനെ ഒരു വളഞ്ഞ വഴിയിലൂടെയാണ് അദ്ദേഹം അമേരിക്കയിൽ എത്തിയത് എന്ന വാർത്തയും ഇതിനോടൊപ്പം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗൾഫ് മാധ്യമത്തിൽ വേറെ പ്രധാനപ്പെട്ട വാർത്തകൾ ഒന്നും തന്നെ ഒന്നാം പേജിൽ നൽകിയിട്ടില്ല. ഒരു സംസ്ഥാനത്ത് കേരളത്തിൽ മഴ കനത്തു എന്ന വാർത്തയാണ് നൽകിയിരുന്നത്. തെക്കൻ ജില്ലകളിൽ വ്യാപക നാശം. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് എന്ന ഒരു വാർത്തയും. ഇടുക്കിയിൽ നെടുങ്കണ്ടത്ത് ഉരുൾപൊട്ടി ഉണ്ടായിരുന്നു. 4 ഏക്കറോളം ഭൂമി ഒലിച്ചുപോയി. അവിടെ ആളപായമൊന്നുമില്ല. അതിൻ്റെ ഒരു ചെറിയൊരു പടവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതല്ലാതെ മാധ്യമത്തിൻ്റെ ഒന്നാം പേജിൽ വേറെ വാർത്തയില്ല, പരസ്യമാണ് ഉള്ളത്. ആ സമയത്ത് മാതൃഭൂമിയുടെ ഒന്നാം പേജ് സമ്പുഷ്ടമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ തന്നെ വിഭിന്നങ്ങളായ വാർത്തകൾ കൊണ്ട് സമ്പന്നമായിട്ടുണ്ട്. മിഗ്ഗിന് സല്യൂട്ട് നൽകിക്കൊണ്ട് ഇന്നലെയാണ് ഇന്ത്യയുടെ പോർ വിമാനമായ MiG-21 വിരമിച്ചത്. ആ വിടപറയലിൻ്റെ ഒരു വിശദമായ വാർത്ത തന്നെ നൽകിയിരിക്കുന്നു. ചണ്ഡീഗഡിൽ ഇന്നലെ നടന്ന ചടങ്ങിൽ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗാണ് യാത്രയയപ്പിന് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത്. 6 പതിറ്റാണ്ടിലേറെ നീണ്ട സേവനം അവസാനിപ്പിച്ച് MiG-21 പോർ വിമാനങ്ങൾ യാത്രയയപ്പ് നൽകി രാജ്യം. ഇതാണ് വാർത്ത. MiG സല്യൂട്ട് എന്നാണ്, ബിഗ് സല്യൂട്ട് എന്നതിന് പകരം MiG സല്യൂട്ട് എന്നാണ് മാതൃഭൂമി നൽകിയിരിക്കുന്ന തലക്കെട്ട്. 36 വിമാനങ്ങളാണ് ഇപ്പോൾ ഇന്ത്യക്കുള്ളത്. MiGിൻ്റെ അവസാനത്തെ പ്രവൃത്തി ദിനം ഓഗസ്റ്റ് 18ഉം 19ഉം ആയിരുന്നു എന്നും അടക്കം ഉള്ള വിശദാംശങ്ങൾ നൽകിയിരിക്കുന്നു. ഒപ്പം ആ ചടങ്ങിൽ നിന്നുള്ളൊരു പടവും, അതായത് MiGിൻ്റെ അവസാനത്തെ പറക്കൽ, ഇന്നലെ ഒരു ഫ്ലൈ ഓഫ് ഉണ്ടായിരുന്നു. ആ MiG-21 2 ചടങ്ങിൽ പിൻവലിക്കുന്ന ചടങ്ങിൽ പങ്കെടുത്ത 2 MiGുകളും പറന്നു പോകുന്ന ചിത്രവും ഒപ്പം നൽകിയിട്ടുണ്ട്. അങ്ങനെ MiGിൻ്റെ വാർത്തകൾക്ക് സൈഡിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത, ലഡാക്കിൽ നിന്നുള്ള വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്തു എന്ന വാർത്ത മാതൃഭൂമി നൽകിയിരിക്കുന്നു. ഇത് മാധ്യമമെല്ലാം ഉൾപേജുകളിലാണ് നൽകിയിട്ടുള്ളത്. പക്ഷേ മാതൃഭൂമി ഫ്രണ്ട് പേജിൽ തന്നെ ആ വാർത്ത നൽകിയിരിക്കുന്നു. എടുത്തു പറയുന്നത്, മാതൃഭൂമി ഇത് ഒന്നാം പേജിൽ ഉൾപ്പെടുത്തിയപ്പോൾ സിറാജ് അടക്കമുള്ള പത്രങ്ങൾ അത് ഉൾപേജിലേക്ക്, സിറാജ് ബാക്ക് പേജിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല പ്രാധാന്യത്തോടു കൂടി തന്നെ സിറാജ് അതിൻ്റെ ഏറ്റവും ബാക്ക് പേജിൽ ആ വാർത്ത വിശദമായി നൽകിയിരിക്കുന്നു. സോനം വാങ്ചുക് അറസ്റ്റിൽ NSA ചുമത്തി, ദേശീയ സുരക്ഷാ നിയമം ചുമത്തി എന്നാണ്. അതേസമയം ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട മനുഷ്യാവകാശ ലംഘന കേസുകളിലെല്ലാം തന്നെ മാധ്യമം കൃത്യമായൊരു നിലപാട് സ്വീകരിക്കാറുണ്ട്. വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ ഇത്തരം വാർത്തകൾ നൽകാറുള്ളതാണ്. എന്നാൽ മാധ്യമം ഇത്തവണ അത് ഉൾപേജിൽ ഏതാണ്ട് 10ാമത്തെ പേജിൽ അത്ര പ്രാധാന്യമല്ലാത്ത രീതിയിലാണ് അവതരിപ്പിച്ചതെന്ന് പറയേണ്ടതുണ്ട്. മനുഷ്യാവകാശ പ്രശ്നങ്ങൾക്കെല്ലാം ഇത്തരത്തിലുള്ള അറസ്റ്റുകൾ ഉണ്ടാകുമ്പോൾ വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ ഒന്നാം പേജിലോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പേജിൽ തന്നെ നൽകുന്ന മാധ്യമം അത് ഉള്ളിൽ അത്ര വലിയ പ്രാധാന്യത്തോടു കൂടിയല്ല നൽകിയിരിക്കുന്നതെന്ന് പറയേണ്ടതുണ്ട്. വാങ്ചുക്കിനെ ഇന്നലെയാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങൾക്കുണ്ടായിരുന്ന വിദേശ സംഭാവന സ്വീകരിക്കാനുള്ള നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് റദ്ദ് ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രകോപനപരമായ ജൻസി, ശ്രീലങ്കയിലേത്, ബംഗ്ലാദേശിലെല്ലാം സൂചിപ്പിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളാണ് അക്രമാസക്തമാവാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചത്, പ്രകോപിതരാക്കിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംഘർഷമുണ്ടായതും ഓഫീസുകൾക്കെല്ലാം തീയിട്ടതും പോലീസുമായും സൈന്യവുമായും ഏറ്റുമുട്ടിയതും. അങ്ങനെയാണ് 4 പേർ വെടിയേറ്റ് മരിച്ചതും എന്നുമാണ് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി എന്നാണ്. ദേശസുരക്ഷാ നിയമപ്രകാരമുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. മാത്രമല്ല, ലേയിൽ മൊബൈൽ ഇൻ്റർനെറ്റ് വിച്ഛേദിക്കുകയും ചെയ്തു. അതായത് ആളുകൾ സംഘടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്തു പോയി ആളുകൾ സംഘടിക്കാതിരിക്കാൻ വേണ്ടിയാണ് മൊബൈൽ ഇൻ്റർനെറ്റ് വിച്ഛേദിച്ചത്. നമുക്കറിയാം, പണ്ട് കാശ്മീരിൽ ഇത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരുന്നതാണ്. ഒന്നാം പേജിൽ തന്നെ മാതൃഭൂമി നൽകുന്ന മറ്റൊരു വാർത്ത, ശബരിമലയിലേക്ക് റോപ്പ് വേ വരുന്നു, അതിന് കേന്ദ്രാനുമതി
കേന്ദ്രാനുമതി നൽകാനായി ഉദ്യോഗസ്ഥരെത്തും എന്നതാണ്. റോപ്പ് വേ വരുന്നത് 2.7 കിലോമീറ്ററിലാണ്. പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കുള്ള റോപ്പ് വേ നിർമ്മാണത്തിന് അന്തിമാനുമതി നൽകാനുള്ള പരിശോധനയ്ക്ക് കേന്ദ്ര വന്യജീവി ബോർഡ് ഉന്നത ഉദ്യോഗസ്ഥർ ശബരിമല സന്ദർശിക്കും. കേരളം ഏറെക്കാലമായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒന്നാണ് റോപ്പ് വേ നിർമ്മിക്കാനുള്ള അനുമതിക്കായി. ശബരിമല നമുക്കറിയാം ഒരു വനത്തിനുള്ളിലാണ്. വന നിയമപ്രകാരം മാത്രമേ അവിടെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് കേന്ദ്രാനുമതി വേണ്ടതുണ്ടായിരുന്നു. ഇപ്പോൾ വനംവകുപ്പിൻ്റെ അനുമതിക്ക് ഇനിയും രേഖകൾ നൽകാനുണ്ട്. പക്ഷേ അത് പരിശോധിക്കാനായി ഉദ്യോഗസ്ഥർ എത്തുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. KSEBിയുടെ എതിർപ്പില്ല രേഖ അടക്കം വനംവകുപ്പിന് കൈമാറാനുണ്ട്. ഇനിയും 40 മുതൽ 60 മീറ്റർ വരെ ഉയരത്തിൽ 5 ടവറുകളിലായാണ് റോപ്പ് വേ നിർമ്മിക്കുന്നത്. അധികം മരങ്ങൾ മുറിക്കാതെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് തീരുമാനമെന്ന് ദേവസ്വം ബോർഡ് അംഗം അജികുമാർ പറഞ്ഞു എന്ന വാർത്തയാണ് നൽകുന്നത്. അതായത് അധികം മരങ്ങൾ മുറിക്കാതെ കുറച്ചുകൂടെ ഉയരത്തിലൂടെ അതിനേക്കാൾ ഉയരത്തിലൂടെ ഈ റോപ്പ് വേ നിർമ്മിച്ചു കഴിഞ്ഞാൽ മരങ്ങളൊന്നും മുറിക്കേണ്ട, പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ടാവില്ല, വനത്തിന് വലിയ കേടുപാടുകൾ ഇല്ലാതെ 5 ടവറുകളിലായിട്ട് ഇത് പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഏതായാലും പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് 4.5 കിലോമീറ്ററോളം കാൽനടയായാണ് ഇപ്പോൾ ഭക്തർ പോകുന്നത്. വയ്യാത്ത അസുഖബാധിതരായ ഭക്തർക്ക് ഡോളി സഹായം സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് എത്താറ്. റോപ്പ് വേ വരികയാണെങ്കിൽ അവർക്കിതൊരു അനുഗ്രഹമാകുമെന്ന കാര്യത്തിൽ സംശയവും തർക്കവുമൊന്നുമില്ല. പക്ഷേ വനം നശിപ്പിച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ളൊരു നിർമ്മാണം അത് എത്രത്തോളം പ്രായോഗികമായിരിക്കും, അത് എത്രത്തോളം പരിസ്ഥിതി പ്രവർത്തകരുടെ എതിർപ്പിനെ മറികടന്നുകൊണ്ട് എത്രത്തോളം അത് നടപ്പാക്കാൻ സാധിക്കും, കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് അനുമതി ലഭിക്കുമോ? പ്രത്യേകിച്ച് ശബരിമല നിൽക്കുന്നത് പെരിയാർ ടൈഗർ റിസർവിലാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രാധാന്യമുള്ള ഒരു പ്രദേശം കൂടിയാണത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കേന്ദ്രാനുമതി ലഭിക്കുമോ എന്ന് കാത്തിരിക്കണം. എന്തായാലും കേന്ദ്ര അനുമതിക്ക് ഉദ്യോഗസ്ഥരെത്തുന്നു എന്നുള്ളത് വാർത്തയാണ് ഇപ്പോൾ മാതൃഭൂമി 1-ാം പേജിൽ നൽകിയിരിക്കുന്നത്. പിന്നൊരു വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞ ഒരു വാർത്ത തന്നെയാണ്. കുവൈത്ത് ബാങ്കുകൾക്കുള്ള കിട്ടാക്കടം 1000 കോടി കവിഞ്ഞു. കേരളത്തിൽ നിന്ന് മാത്രമുള്ള 2 ബാങ്കുകളുടെ കഥയാണ് ഇത്. വൻതുകകൾ മലയാളികൾ വെട്ടിച്ചെടുത്ത് തിരിച്ചടയ്ക്കാതെ 2 ബാങ്കുകളിൽ നിന്ന് മാത്രമായി മലയാളികൾ നാടുവിടുകയും അത് തിരിച്ചടയ്ക്കാതെ ബാങ്കുകളെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കുകയും ചെയ്തു എന്നാണ്. 2 ബാങ്കുകളുള്ളത് അൽ അഹ്ലി ബാങ്ക് ഓഫ് കുവൈത്തിന് 270 കോടിയും കുവൈത്ത് ഗൾഫ് ബാങ്കിന് 800 കോടിയുമാണുള്ളത്. ഏതാണ്ട് 2000-ലേറെ ആളുകളാണ് ഇത്തരത്തിൽ കടമെടുത്തുകൊണ്ട് മുങ്ങിയത് പറയുന്നത്. 1425 പേരാണ് ബാങ്കിൽ നിന്ന് കുടിശ്ശിക വരുത്തിയിട്ടുള്ളത്. ഇവർ 10 കേസുകൾ ഇതിനോടകം തന്നെ ഗൾഫ് ബാങ്കിൻ്റെ കുവൈത്ത് ഗൾഫ് ബാങ്കിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിലും 13 കേസിൽ അൽ അഹ്ലി ബാങ്കിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിലും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ 23 കേസുകൾ സംസ്ഥാനത്ത് ഇതിനോടകം തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വിദേശത്തെ ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടവർക്ക് നാട്ടിലേക്ക് മടങ്ങിയവർക്കെതിരെ കേരളത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ക്രൈംബ്രാഞ്ചാണ് നേരത്തെ തന്നെ അന്വേഷണം ആരംഭിച്ചിരുന്നു. ഇങ്ങനെ ലോൺ എടുത്തതിൽ ഭൂരിഭാഗം പേരും നാട് വിട്ടിരുന്നു. ചിലരെല്ലാം അമേരിക്കയിലും ഓസ്ട്രേലിയയിലുമെല്ലാം സെറ്റിലായി അല്ലെങ്കിൽ അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തു എന്നുള്ള വാർത്തയും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. പോലീസിൻ്റെ അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. കുവൈറ്റിൽ നിന്ന് പ്രതിസന്ധി മൂലമാണ് നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നത് എന്നാണ് അവർ പറയുന്നത്. അതായത് കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് നാട് വിടേണ്ടി വരികയായിരുന്നു. അതുകൊണ്ടാണ് ലോൺ തിരിച്ചടയ്ക്കാൻ സാധിക്കാതെ പോയത് എന്നാണ് ചിലർ പറഞ്ഞിരിക്കുന്നത്. കുവൈത്തിൽ ലോൺ എടുക്കാനുള്ള പ്രക്രിയ വളരെ ലളിതമാണ് എന്നതുകൊണ്ടാണ് കുവൈറ്റിലെ ബാങ്കുകളെ മലയാളികൾ അല്ലെങ്കിൽ മറ്റുള്ളവർ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യുന്നത് എന്നാണ് മാതൃഭൂമിയുടെ വാർത്തയിൽ പറയുന്നത്. വിസ പകർപ്പും സാലറി സർട്ടിഫിക്കറ്റും എമിറേറ്റ്സ് ഐഡിയും ഉണ്ടെങ്കിൽ വായ്പ ലഭിക്കും. ഇത്രയും ലളിതമായ നടപടിക്രമങ്ങൾ മാത്രമാണ് ഉള്ളത് എന്നതുകൊണ്ടാണ് കുവൈറ്റിൽ നിന്ന് ഇത്തരത്തിൽ തട്ടിപ്പ് നടക്കുന്നത് എന്നാണ് മാതൃഭൂമിയുടെ വാർത്തയിൽ പറയുന്നത്. പിന്നൊരു വാർത്തയുള്ളത് 1-ാം പേജിൽ തന്നെയുണ്ട്. ടിക്കറ്റ് വിറ്റ് തീർന്നില്ല, ഓണം ബമ്പറിൻ്റെ നറുക്കെടുപ്പ് മാറ്റിവെച്ചു. ഒരുപക്ഷെ ഇന്നായിരുന്നു ഓണം ബമ്പർ നറുക്കെടുപ്പ് നടക്കേണ്ടത്. അത് ഒക്ടോബർ 4-ലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. അത് ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം ടിക്കറ്റ് വിറ്റുപോകാത്തതുകൊണ്ട് സമീപകാലത്ത് ഓണം ബമ്പറിൻ്റെ എല്ലാം നറുക്കെടുപ്പ് മാറ്റിവെക്കുന്നത്. ഇതാണ് 1-ാം പേജിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിരിക്കുന്ന വാർത്ത. 2-ാം പേജിൽ മാതൃഭൂമിയിലാണെങ്കിൽ ഡ്രൈവറില്ല വാഹനങ്ങൾക്ക് പ്രത്യേക മേഖല എന്ന UAE-യിൽ നിന്നുള്ള വാർത്തയുണ്ട്. ഈ വാർത്ത തന്നെ
മൂന്നാം പേജിൽ തന്നെ മൂന്നാം പേജിൽ ഗൾഫ് മാധ്യമവും നൽകിയിരിക്കുന്നു. മൂന്നാം പേജിൽ തന്നെ മാതൃഭൂമിയും ഗൾഫ് മാധ്യമവും ഒപ്പം സിറാജും ഇതേ വാർത്ത നൽകിയിട്ടുണ്ട്. അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. സുസ്ഥിര ട്രാൻസ്പോർട്ട് സംവിധാനങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായാണ് ഡ്രൈവർ ഇല്ലാത്ത വാഹനങ്ങൾ നിരത്തിലിറക്കുക. 2030 കൂടി 25% വാഹനങ്ങളും ഡ്രൈവർ ഇല്ലാത്ത വാഹനങ്ങളാക്കുക എന്ന ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു പദ്ധതി തുടങ്ങിയിരിക്കുന്നത്. ഇവർക്ക് പ്രത്യേക മേഖലയും ഇന്നലെ പരീക്ഷണ ഓട്ടം, ഡ്രൈവറില്ല വാഹനങ്ങളുടെ പരീക്ഷണ ഓട്ടം നടത്തി. ജുമൈറയിലെല്ലാം പരീക്ഷണ ഓട്ടം നടത്തി. അത് വിജയകരമായിരുന്നു എന്നാണ് 3 കമ്പനികൾക്കാണ് അനുമതി നൽകിയിട്ടുള്ളത്. RTA ഇത്തരത്തിൽ ടാക്സി പെർമിറ്റായി നൽകിയിട്ടുണ്ട്, പെർമിറ്റ് നൽകിയിരിക്കുന്നത്. അപ്പോൾ അധികം വൈകാതെ ആളില്ല വാഹനങ്ങൾ നമ്മുടെ നിരത്തുകളിൽ, ദുബൈയിലെ നിരത്തുകളിൽ കാണാൻ സാധിക്കും. അത് യുഎയിലെ മറ്റു ഭാഗങ്ങളിലും വൈകാതെ തന്നെ വരും. ഹോങ്കോങ്ങിനും ചൈനയ്ക്കും പുറത്ത് ഇതാദ്യമായിട്ടാണ് ആളില്ല വാഹനങ്ങൾക്ക് ടാക്സി പെർമിറ്റ് ലഭിക്കുന്നത്. ഈ വാർത്ത മാധ്യമവും അതുപോലെ തന്നെ മാതൃഭൂമിയും മൂന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. ഉൾപേജിലേക്ക് പോവുകയാണെങ്കിൽ മാധ്യമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി കൊടുത്തിരിക്കുന്നത് KM ഷാജഹാന് ജാമ്യം ലഭിച്ച വാർത്ത ഗൾഫ് മാധ്യമം വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ നൽകിയിരിക്കുന്നു. ഉൾപേജ് 5-ാമത്തെ പേജിലാണ് അത് നൽകിയിരിക്കുന്നത്. ജാമ്യം നൽകുമ്പോൾ പോലീസിൻ്റെ റിമാൻഡ് റിപ്പോർട്ട് തള്ളി എന്ന വാർത്ത അത് ഒരു പ്രാധാന്യത്തോടു കൂടി തന്നെ നൽകിയിരിക്കുന്നു. പോലീസിന് നേരെ ചോദ്യങ്ങളുമായി കോടതി 3 മണിക്കൂർ കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യുകയും ആളെ കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തെത്തി അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് എങ്ങനെയെന്ന ചോദ്യം ഒരു പ്രധാനപ്പെട്ട ചോദ്യമായി കോടതി ഉന്നയിച്ചിരുന്നു. മാത്രവുമല്ല, ആക്ഷേപകരമായി പോലീസ് പറയുന്ന തരത്തിലുള്ള ഒന്നും തന്നെ അവർ നൽകിയ വീഡിയോയിൽ, അതേ ഷാജഹാൻ്റെ വീഡിയോയിൽ ഉണ്ടായിരുന്നില്ല എന്ന കാര്യവും കോടതി ചൂണ്ടിക്കാട്ടി. അത് നിരന്തരം തെറ്റുകൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഷാജഹാൻ. അത്തരത്തിൽ അധിക്ഷേപങ്ങൾ നടത്തുന്ന ഒരാളാണ് ഷാജഹാൻ അതുകൊണ്ട് കസ്റ്റഡിയിൽ വേണം ചോദ്യം ചെയ്യാൻ എന്നായിരുന്നു പോലീസിൻ്റെ ആവശ്യം. അത് തള്ളിക്കൊണ്ടാണ് കോടതി ജാമ്യം നൽകിയത്. വി ആർ രാഗേഷിൻ്റെ ഒരു കാർട്ടൂൺ ഗൾഫ് മാധ്യമത്തിലുള്ളത് എടുത്ത് പറയേണ്ടതുണ്ട്. അത് എയിംസുമായി ബന്ധപ്പെട്ടാണ്. എയിംസിൻ്റെ കാര്യത്തിൽ തനിക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ എന്ന് സുരേഷ് ഗോപി പറയുന്നു. എയിംസ് ആലപ്പുഴയിൽ വരണമെന്നാണ് സുരേഷ് ഗോപി ആവശ്യപ്പെടുന്നത്. എന്നാൽ എയിംസിൻ്റെ കാര്യത്തിൽ BJP നേതൃത്വത്തിനകത്ത് ഭിന്നാഭിപ്രായമാണ്. സുരേഷ് ഗോപിയുടെ അഭിപ്രായത്തെ അംഗീകരിക്കുന്നില്ല. അത് സംബന്ധിച്ചാണ് വി ആർ രാഗേഷിൻ്റെ ഈ കാർട്ടൂൺ പറയുന്നത്. എയിംസിൽ എനിക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ ആലപ്പുഴ എന്ന് ഒരു കോളത്തിൽ, അടുത്താണെങ്കിൽ അല്ലെങ്കിൽ തൃശ്ശൂർ, അല്ലെങ്കിൽ തമിഴ്നാട്, അല്ലെങ്കിൽ പോണ്ടിച്ചേരി, അങ്ങനെ ഒരു 4 ഓപ്ഷൻ പറയുന്ന രീതിയിൽ എനിക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് 4 ഓപ്ഷൻ പറയുന്ന സുരേഷ് ഗോപിയെയാണ് രാഗേഷ് കാർട്ടൂണിലൂടെ വരച്ചിരിക്കുന്നത്. അതുപോലെ ഗൾഫ് മാധ്യമത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, മാധ്യമത്തിലും മാതൃഭൂമിയിലും ഒരുപോലെ തന്നെ വാർത്ത 5-ാം പേജിൽ കൊടുത്തിരിക്കുന്നത് NSS അടക്കമുള്ള സമുദായ സംഘടനകളുമായി ഒത്തുതീർപ്പിന് പോകുന്ന കോൺഗ്രസിനെ കുറിച്ചാണ്. എങ്ങനെ പ്രശ്നം പരിഹരിക്കാം? NSS കഴിഞ്ഞ ദിവസം ഇടത് പക്ഷത്തിൽ സർക്കാരിൽ ഒരു വിശ്വാസ്യത പ്രഖ്യാപിച്ചതിന് ശേഷം കോൺഗ്രസ് ക്യാമ്പ് കുറച്ച് ആടി നിൽക്കുകയാണ്. അപ്പോൾ അത് സംബന്ധിച്ച് ഇന്നലെ KC വേണുഗോപാലും VD സതീശനും എല്ലാം വാർത്താ സമ്മേളനം നടത്തി സംസാരിച്ചിരുന്നു, അടൂർ പ്രകാശുമെല്ലാം. അപ്പോൾ അതിൽ പറഞ്ഞ കാര്യങ്ങളാണ് രണ്ടുപേരും വാർത്തയാക്കിയിരുന്നത്. അതായത് NSS നിലപാട് ശരിദൂരത്തിലെത്തിക്കാൻ കോൺഗ്രസ് അനുനയം എന്നാണ് ഗൾഫ് മാധ്യമം റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അതുപോലെ മാതൃഭൂമിയാണെങ്കിൽ സമുദായ സംഘടനകളുമായി ഒരു തർക്കവുമില്ലെന്ന് കോൺഗ്രസ് പറഞ്ഞു എന്നത് നേരിട്ട് പറഞ്ഞിരിക്കുകയാണ്. കോൺഗ്രസിന് ഇക്കാര്യത്തിൽ ഒറ്റ നിലപാടേ ഉള്ളൂ. ഇപ്പോഴും 9 വർഷം ശബരിമലയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാതിരുന്ന സർക്കാർ 10-ാം വർഷത്തിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്നത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ടാണ്. അത് മനസ്സിലാക്കാൻ നാട്ടിലെ വോട്ടർമാർക്ക് സാധിക്കും എന്നാണ് മുഖ്യമായും ഇന്നലെ നേതാക്കന്മാർ പറഞ്ഞത്. ആ ഒരു വാർത്ത കേന്ദ്രീകരിച്ചുകൊണ്ടാണുള്ളത്. മാത്രവുമല്ല, ശരിദൂരം എന്നത് NSSന് ശരിദൂരത്തിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും, ഞങ്ങൾ അവരുമായി സംസാരിക്കുന്നുണ്ട് എന്ന ഒരു നിലപാടും വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെയാണ്, വളരെ കൃത്യമായി തന്നെയാണ് പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് കോൺഗ്രസ് ഇതിനെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. ഈ പറയുന്ന നിയമസഭ, വരാനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെല്ലാം തന്നെ ഇത് വോട്ടാക്കി മാറ്റാൻ CPM ശ്രമിക്കുമ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാനുള്ളൊരു ശ്രമമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് എന്ന് വാർത്തയിൽ പറയുന്നു. നല്ല ബന്ധമാണ്
കെ സി വേണുഗോപാൽ, അടൂർ പ്രകാശും, വി ഡി സതീശനും NSSുമായി നല്ല ബന്ധമാണ്, അല്ലെങ്കിൽ സമുദായ നേതാക്കൾ SNDPയുമായിട്ടും നല്ല ബന്ധമാണ് എന്ന് ആവർത്തിക്കുന്നു. ഇത് എടുത്തു പറയുന്നൊരു കാര്യം, കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസ് ഒരിക്കൽ പോലും CPM കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ലോക്സഭ പരാജയപ്പെടുമ്പോൾ ന്യൂനപക്ഷങ്ങളെ കൂട്ടുപിടിച്ചായിരുന്നു CPM നിലനിന്നിരുന്നത്. മുസ്ലിങ്ങളെ കൂടുതൽ ചേർത്ത് നിർത്തിക്കൊണ്ട് ഭൂരിപക്ഷ സമുദായത്തിനെ എതിർത്തും നിന്നുകൊണ്ട് ശബരിമലയടക്കമുള്ള വിഷയങ്ങളാണ് ഉന്നയിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തുടർച്ചയായ പരാജയം ഏറ്റപ്പോഴാണ് കളം മാറ്റി ചവിട്ടുകയാണ്, ഭൂരിപക്ഷത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട്. അതാണ് ഈ പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തി വിശ്വാസിയാണ് പിണറായി എന്നൊക്കെ വെള്ളാപ്പള്ളിയെ കൊണ്ട് പറയിപ്പിക്കുന്നതിന് കാരണം അതുതന്നെയാണ് എന്നാണ് പറയുന്നത്. അത്തരത്തിൽ ഒരു ഭൂരിപക്ഷ സമുദായത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ന്യൂനപക്ഷത്തിനെതിരെ തിരിയാനാണ് CPM നോക്കുന്നത്. എന്നാൽ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കുന്നത് നിലപാടാണ് കോൺഗ്രസിൻ്റേത് പണ്ടും ഇന്നും. അതിലൊരു മാറ്റവും ഉണ്ടാവില്ല. അതിന് എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ആ മാറ്റം ഉണ്ടാവില്ല. അത് തുടരുക തന്നെ ചെയ്യുമെന്നും വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം ആവർത്തിച്ചിരുന്നു. ആ ഒരു പ്രസ്താവനയും വാർത്തയിൽ ഉണ്ട്. AIG ആയ വിനോദ് കുമാറിൻ്റെ കസേര തെറിച്ചതിന് പിന്നിലെ ADGPയുടെ അതൃപ്തിയാണ് കാരണമെന്നാണ് ഗൾഫ് മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസമാണ് ADG വിനോദ് കുമാറിനെ ക്രമസമാധാന ചുമതലയുള്ള AIG പോസ്റ്റിൽ നിന്ന് മാറ്റിയത്. അദ്ദേഹത്തിനെതിരെ 2 വനിതാ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പരാതി നൽകിയിരുന്നു. പോഷ് ആക്ട് പ്രകാരം അദ്ദേഹം രാത്രിയിൽ മെസ്സേജുകൾ അയക്കുന്നു, വാട്സപ്പ് സന്ദേശങ്ങൾ അയക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പരാതി നൽകിയത്. പോഷ് ആക്ട് പ്രകാരം അദ്ദേഹത്തിന് നടപടിക്ക് ശുപാർശ ചെയ്തിരുന്നു. ഇത് തുടർച്ചയായ 2ാം തവണയാണ് അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാകുന്നത്. നേരത്തെ ആറന്മുള പോക്സോ അട്ടിമറി കേസിൽ അന്ന് പത്തനംതിട്ട SP ആയിരുന്ന വിനോദ് കുമാറിന് വീഴ്ച പറ്റി എന്ന് തിരുവനന്തപുരം റേഞ്ച് DIG ആയ അജിത ബീഗം നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അദ്ദേഹത്തിന് സ്ഥലം മാറ്റിയിട്ട് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് സ്ഥലം മാറ്റിയത്. അവിടെ നിന്നാണ് ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തെ സ്ഥലം മാറ്റിയിരിക്കുന്നത്. ക്രമസമാധാന ചുമതലയുള്ള അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് വെങ്കടേഷനാണ് ചുമതലയുള്ള ADGP. വെങ്കടേഷിൻ്റെ ഓഫീസിലെ പല വിവരങ്ങളും പുറത്തു പോയതിൽ വിനോദ് കുമാറിന് പങ്കുണ്ട് എന്ന് വെങ്കടേഷിന് സംശയം വരികയും അദ്ദേഹം അത് DGP അടക്കമുള്ളവരെ അറിയിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് വിനോദ് കുമാറിനെ അവിടെ നിന്ന് ഇപ്പോൾ മാറ്റിയത് എന്നാണ് പുറത്തു വരുന്ന വിവരം. അതാണ് ADGPയുടെ അതൃപ്തിയാണ് ഇവരെ മാറ്റിയതിന് പിന്നിലുള്ള കാരണമെന്ന് പറയുന്നത്. മാതൃഭൂമിയുടെ മുഖപ്രസംഗം ഇത്തവണ ഇന്ത്യയുടെ നിസ്സംഗത എന്ന പേരിലാണ്. അതായത് പലസ്തീൻ വിഷയത്തിൽ തന്നെയാണ്. ലോകത്തെ ഒട്ടുമിക്ക പാശ്ചാത്യ രാജ്യങ്ങളിൽ ഭൂരിഭാഗം രാജ്യങ്ങളും പലസ്തീനെ ഒരു രാജ്യമായി അംഗീകരിക്കുമ്പോഴും ഇസ്രായേലിൻ്റെ കാര്യത്തിൽ മാറി ചിന്തിക്കാൻ തയ്യാറായി കഴിഞ്ഞു. അതായത് മറ്റു രാജ്യങ്ങളെല്ലാം തന്നെ. ഇസ്രായേലുമായി ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന ബ്രിട്ടനായാലട്ടെ, സ്പെയിൻ, അതുപോലെ തന്നെ ബെൽജിയം പോലുള്ള രാജ്യങ്ങളെല്ലാം തന്നെ, ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങൾ പലസ്തീനെ ഒരു രാജ്യമായി അംഗീകരിക്കുന്നു. പക്ഷേ ഇന്ത്യ ഇപ്പോഴും അതിലൊരു നിസ്സംഗത പുലർത്തുന്നു എന്നാണ്. ഉറച്ച നിലപാട് സ്വീകരിക്കുന്നില്ല എന്നത് വിചിന്തനീയമാണ്. അത് ചിന്ത പ്രബലമാകുന്നു എന്ന അത്തരമൊരു ചിന്ത എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല എന്ന ചിന്ത പ്രബലമാകുന്നു എന്നാണ് മുഖപ്രസംഗത്തിൽ പറയുന്നത്. ഒരു നിലപാട് ഇന്ത്യ കൈക്കൊള്ളേണ്ടതുള്ള മനുഷ്യക്കുരുതി നടക്കുന്നു. അതിനൊരു ശാശ്വത പരിഹാരത്തിന് എന്തുകൊണ്ട് ഒരു വഴി തേടാൻ ഇന്ത്യ എന്തുകൊണ്ടാണ് ഒരു തീരുമാനത്തിൽ എത്തുന്നില്ല എന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നത്, ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള നിലപാട് സ്വീകരിക്കാത്തതെന്നാണ് എഡിറ്റോറിയൽ ചോദിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്നലെ ഉണ്ടായത് പത്രങ്ങളിലെല്ലാം ഉള്ളത് ദുൽഖർ സൽമാൻ ഹൈക്കോടതിയെ സമീപിച്ച വാർത്തയാണ്. ഓപ്പറേഷൻ മുൻകൂറിൽ പിടിച്ചെടുത്ത തൻ്റെ വാഹനങ്ങൾ തിരികെ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. ഈ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്ന വാർത്ത താനത് നിയമപരമായി തന്നെയാണ് വാങ്ങിയിരിക്കുന്നത്, രേഖകൾ കൈവശമുണ്ട്, അതുകൊണ്ട് എൻ്റെ വാഹനങ്ങൾ തിരികെ നൽകണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് എല്ലാ പത്രങ്ങളിലും ഒരുപോലെ തന്നെ നൽകിയിട്ടുണ്ട്. ഇനി മാധ്യമത്തിൻ്റെ എഡിറ്റോറിയൽ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം DY ചന്ദ്രചൂഡ്, നമ്മുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന DY ചന്ദ്രചൂഡ് ന്യൂസ് ലോണ്ടറിയുടെ ജയിലിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്ന കാര്യത്തെക്കുറിച്ച് വെച്ചിട്ടാണ് ഇത് വരുന്നത്. അതായത് ഈ എഡിറ്റോറിയലിൻ്റെ പിറവി അവിടെ നിന്നാണ്. വിരമിച്ച ന്യായാധിപൻ വിധിന്യായം തിരുത്തുമ്പോൾ എന്നാണ്
ഇതിന് തലക്കെട്ടായി നൽകിയിരിക്കുന്നത്. ജസ്റ്റിസ് ചന്ദ്രചൂഡിൻ്റെ വാക്കുകൾ ജുഡീഷ്യറിയുടെ നിഷ്പക്ഷ പ്രതിച്ഛായയെ തകിടം മറിക്കുന്നതാണെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇതാണ് അതിൻ്റെ ഒരു ക്രക്സ്. അതായത് എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു അദ്ദേഹം തൻ്റെ വിധിയുടെ കാര്യം പറയാം. ബാബറി മസ്ജിദ് രാം ജന്മഭൂമി വിധിയിൽ അദ്ദേഹം വിധിന്യായത്തിൽ പറയുന്നത് അതിനൊരു സ്റ്റാൻഡില്ല എന്നാണ്. അതായത് ഒരു പുരാവസ്തു വകുപ്പിൻ്റെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള രേഖകളില്ല എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം പറയുന്ന രേഖകൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വിട്ടു നൽകിയതെന്നാണ് അദ്ദേഹം ജയിലിന് നൽകിയ അഭിമുഖത്തിൽ, ന്യൂസ് ലോണ്ടറിയുടെ ജയിലിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത്. അയോധ്യയിൽ ബാബറി മസ്ജിദിൻ്റെ നിർമ്മാണം തന്നെ അസൽ അപവിത്ര വൃത്തിയായിരുന്നുവെന്നും പള്ളി നിർമ്മിച്ചത് നേരത്തെയുള്ള നിർമ്മിതി തകർത്താണെന്നും സുപ്രീംകോടതി മുൻ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് നടത്തിയ അസന്നിഗ്ധമായ പ്രസ്താവന അമ്പരപ്പുളവാക്കുന്നതാണ്. ഇങ്ങനെയാണ് ഈ എഡിറ്റോറിയൽ തുടങ്ങുന്നത് തന്നെ. പള്ളി നിർമ്മിക്കും മുമ്പ് ഹിന്ദുക്കൾ അവിടെ ആരാധന നടത്തിയിരുന്നുവെന്നതിന് പുരാവസ്തു രേഖകളുണ്ടെന്നും വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയല്ല തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് വിധി തീർപ്പെന്നും ബാബരി കേസിൽ വിധി പറഞ്ഞ 5-അംഗ ഭരണഘടനാ ബെഞ്ച് അംഗമായിരുന്ന ചന്ദ്രചൂഡ് newslaundry.com നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞുകൊണ്ടാണ്. ഇത്തരത്തിലൊരു പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന നിയമയുദ്ധമാണ് നമുക്കറിയാം. ബാബറി മസ്ജിദ് 2019 അതിൽ വിധി പറഞ്ഞത്. അന്ന് വിധി പറഞ്ഞ ബെഞ്ചിലുണ്ടായിരുന്ന അദ്ദേഹം അന്ന് വിധിയിൽ പറയുന്നത് അത്തരത്തിലൊരു ഇതുണ്ടായില്ല. ബാബറി മസ്ജിദിൻ്റെ 2.77 ഏക്കർ ഭൂമി രാമക്ഷേത്ര നിർമ്മാണത്തിന് വിട്ടുകൊടുത്തു. ക്ഷേത്രം പൊളിച്ചാണ് പള്ളി പണിഞ്ഞത്. വിട്ടുകൊടുത്തത് ക്ഷേത്രം പൊളിച്ചാണ് മസ്ജിദ് നിർമ്മിച്ചതെന്ന് തെളിവില്ലെന്നും മസ്ജിദ് തകർത്തത് നിയമലംഘന പ്രവൃത്തിയാണെന്നും വിധിയിൽ വ്യക്തമാക്കിയിരുന്നു. ആ വിധി പ്രസ്താവം എഴുതിയ ഒരു ജഡ്ജി പിന്നീട് റിട്ടയർ ആയതിനു ശേഷം അത് മാറ്റി തിരുത്തി പറയുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നിയമവൃത്തങ്ങളിൽ ആശ്ചര്യമുണ്ടാക്കുന്ന ഒന്നാണ്. ആ ഒരു ആശ്ചര്യത്തെക്കുറിച്ചാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട വാർത്തകൾ ഇതൊക്കെയാണ്. പിന്നീട് സ്പോർട്സ് പേജിലേക്ക് വരികയാണ് എങ്കിൽ ഇന്ത്യ ഫൈനലിലെത്തിയ വാർത്തകൾ ആണ് നിറഞ്ഞു നിൽക്കുന്നത്. ഇന്ത്യ ശ്രീലങ്കയെ പരാജയപ്പെടുത്തിയത് സൂപ്പർ ഓവറിലാണ് ഇന്നലെ പരാജയപ്പെടുത്തിയത്. അതിൽ അഭിഷേകിൻ്റെ ചില മാതൃഭൂമി അടക്കമുള്ള ഏറ്റവും അവസാനത്തെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടില്ല. അഭിഷേകിൻ്റെ വെടിക്കെട്ടിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അഭിഷേക് ശർമ്മ 31 പന്തിൽ 61 റൺസ് അടിച്ച് മികച്ച പ്രകടനം നടത്തി. സഞ്ജു സാംസൺ 39 റൺസ് 23 പന്തിൽ നിന്ന് എടുത്തു എന്ന വാർത്തയും നൽകിയിരിക്കുന്നു. മാസാകും മലപ്പുറം എന്ന് പറയുന്ന മലപ്പുറം FC-യുടെ സൂപ്പർ ലീഗിനുള്ള ഒരുക്കത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. സൂപ്പർ ഓവറിൽ ലങ്കയെ വീഴ്ത്തി ഇന്ത്യ എന്ന വാർത്ത, ഏറ്റവും അപ്ഡേറ്റഡ് വാർത്ത നൽകിയിരിക്കുന്നത് ഗൾഫ് മാധ്യമമാണ്. അതിൽ നിസൻഗയ്ക്ക് സെഞ്ചുറി കിട്ടിയ കാര്യവും അഭിഷേക് ശർമ്മയുടെ അർദ്ധ സെഞ്ചുറിയും അടക്കം നിസൻഗയുടെ ചിത്രമാണ് നൽകിയിരിക്കുന്നത്. സൂപ്പർ ഓവറിലാണ് പരാജയപ്പെട്ടതെന്ന അത്യന്തം ഡ്രാമ നിറഞ്ഞ ആ മത്സരത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇതിലാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ പത്രങ്ങളിലൂടെ ഓടിച്ചു പോകുമ്പോൾ നമുക്കുള്ള വാർത്തകൾ. ഏതായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പ്രധാനപ്പെട്ട വാർത്തകളെല്ലാം പത്രങ്ങൾ ഒരുവിധം എല്ലാ വാർത്തകളും കഴിയാവുന്നത്ര പത്രങ്ങൾ കവർ ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും ഇന്നത്തെ ദ പ്രസ് ഇവിടെ അവസാനിക്കുകയാണ്. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.